ഹായ് ഗായ്സ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു 3 days ആയിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്യാം, വീട്ടിലിരിക്കുകയാണ്. സിക്കായിരുന്നു, പക്ഷേ എന്താ നമുക്ക് വീഡിയോ ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് വയ്യായികൊന്നും ഇല്ലായിരുന്നു, പക്ഷേ സൗണ്ട് എന്നെ കംപ്ലീറ്റ് ആയിട്ട് ചതിച്ചു. എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. ഇനി ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല, നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ, അത് അവിടെ തന്നെ കിടന്നു. അപ്പൊ ഇന്ന് 3 days ഒക്കെ കഴിഞ്ഞപ്പോ ഇപ്പോ സൗണ്ട് ഒക്കെ കുറച്ച് ഓക്കെ ആയി കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ആ, എന്താ ഇനി എന്താ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട്, അതായത് നമ്മള് വീക്ക് ഓഫ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ആ ഡേ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കും. അധികം നേരത്തെ ഒന്നല്ല, ഒരു മിനിമം നേരത്തെ എഴുന്നേക്കും. സോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനിന്ന് എന്താ പറയാ, ഞാനിപ്പോ ഇന്ന് വീട്ടിൽ നിന്ന് ഒരു 1:50 ആവുമ്പം ഇറങ്ങും. എന്റെ ക്യാബ് 1:50 ആവുമ്പോൾ വരും കേട്ടോ. അപ്പോ അതിനു മുമ്പേ ലഞ്ചൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ ഞങ്ങൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചോണ്ട് കാര്യമായിട്ടൊന്നും ആക്കാനില്ല. ചിലപ്പോൾ ഞാൻ നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണോ ഉള്ളത്. എന്തെങ്കിലും ഇല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത് വെക്കണം. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ഡിന്നർ ബോക്സ് പാക്ക് ചെയ്യണം. ഞാൻ ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങും, ഡിന്നർ ഞാൻ പാക്ക് ചെയ്തെടുക്കും, അത് പാക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യാനൊക്കെ എഴുതി, ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇന്നേ ചെയ്യുള്ളൂ. എൻ്റെ എന്താണ് വൈറ്റ് കോട്ട് ഉണ്ട്, അതൊക്കെ അയൺ ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. രാവിലെ അതൊക്കെ പെട്ടെന്ന് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്ന പോലെ ആയിപ്പോവും. എനിക്കെന്തോ ഇന്നെന്തോ തിരക്ക് പിടിച്ച് ഓടാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് എല്ലാം സ്ലോ ആയിട്ട് ചെയ്തു തീർക്കാന്ന് വിചാരിച്ചു. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്തു തീർക്കാം കേട്ടോ. കുറേ ദിവസമായി ഒരു സാലഡൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സാലഡ് ആയിരുന്നു കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാലഡ് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. അധികം പണിയൊന്നുമില്ല, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. എന്തായാലും നിങ്ങൾക്ക് വീട്ടിലുള്ള വെജിറ്റബിൾ ഒക്കെ വെച്ച് ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ഇനി അത് കഴിക്കട്ടെ. ഒരു സാലഡാണ് കേട്ടോ. സാലഡിന്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഞാനിപ്പോൾ അധികം ഭയങ്കര ലൈറ്റായിട്ട് രാവിലെ കഴിക്കാറുള്ളൂ. മടിയായതുകൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഒക്കെയാണ്. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ലൈറ്റായിട്ടൊന്നല്ല, എന്താ വേറെ നന്നായിട്ടൊന്നും അറിയാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഡിന്നറിന് സൗണ്ട് അത്ര ഓക്കെ അല്ല, ഡിന്നറിന് സാലഡ് ആക്കിയിട്ട് എടുക്കാന്നാണ്. പക്ഷെ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ടേസ്റ്റ് എന്തെങ്കിലും ചേഞ്ച് വന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ സാലഡ് എടുക്കുന്നില്ല. അവക്കാഡോ ഉണ്ട് ഇവിടെ, അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആക്കിയിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്, അധിക ദിവസം എൻ്റെ ഫാർമസിയിൽ സപ്പോർട്ടിങ് സ്റ്റാഫ് 5 മണിയാകുമ്പോൾ പോകും. സോ ഈവനിങ് ഷിഫ്റ്റ് ആകുമ്പോൾ ഞാൻ അധികവും ഒറ്റയ്ക്കായിരിക്കും. അപ്പം എന്തെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനും പറ്റില്ല. ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ ബ്രേക്ക് ഒരു 10 minutes കിട്ടുള്ളൂ. ആ ഒരു 10 minutes എന്ന് വെച്ചാൽ എനിക്ക് ഫാർമസി ക്ലോസ് ചെയ്യാം, എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 10 minute കൊണ്ട് പെട്ടെന്ന് സടപടേന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് എൻ്റെ ക്യാബിൽ തന്നെ ഇരുന്നിട്ട് അവിടെ തന്നെ കഴിക്കാൻ പറ്റും, അത് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ അധികവും എന്തെങ്കിലും സാൻഡ്വിച്ച് ഒക്കെ ആയിട്ടാണ് എടുക്കാറുള്ളത്. കാരണം ഞാനിപ്പോൾ അധികവും എനിക്കിപ്പോൾ ഈവനിങ് ഷിഫ്റ്റാണ് വരാറുള്ളത്. അപ്പൊ ഇന്ന് അതും കൂടെ ആക്കിയിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കണം. ഈ സാലഡ് ഭയങ്കര ടേസ്റ്റി ആണെന്ന് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റി ഒന്നുമല്ല, പക്ഷെ നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് സാലഡ്സ് ഒന്നും കഴിക്കാത്ത ഒരാള് ഇത് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഇഷ്ടാവും എന്നുള്ളത്. വേറെ ഏതെങ്കിലും നല്ല നല്ല സാലഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവര് വേറെ നല്ല ടേസ്റ്റിലുള്ള സാലഡ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി എന്താണ് അധികം ടേസ്റ്റ് ഇല്ലാത്ത സാലഡിലോട്ടൊക്കെ വരിക.
ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോ നല്ല ഫുഡ് കഴിച്ചു, നല്ല ഫുഡ് ഇൻ ദ സെൻസ് നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ നാടൻ ഫുഡൊക്കെ കഴിച്ചു. പെട്ടെന്ന് ഒരാള് ഈ സാലഡ് എനിക്ക് കൊണ്ടു തന്നാല് എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ വേറെ ഒരുപാട് സാലഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കര എന്താ, വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ഒക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പക്ഷേ നല്ലതാണ്. ബെനിഫിറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. ഞാനതൊന്ന് കഴിച്ചു തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ ബോക്സ് പാക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ബയോജൻ കഴിക്കുന്നുണ്ടെന്ന്. അതിപ്പോ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മറക്കും പിന്നെ തിരക്കില്. വീഡിയോ കൂടെ എടുക്കുമ്പോ നമുക്ക് എന്താ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ വിട്ടുപോകും വീഡിയോ എടുക്കുന്ന തിരക്കില്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ഒന്ന് കഴിക്കട്ടെ കേട്ടോ. എനിക്ക് ചെറിയ 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 മാറ്റങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഐ മീൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ഉള്ള ചേഞ്ചസ് ഒന്നുമല്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ, മൈന്യൂട്ട് ചേഞ്ചസ് ഒക്കെ തോന്നുന്നുണ്ട്. എന്റെ തോന്നലാണോന്ന് അറിയില്ല. ഇനി എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയാട്ടോ. സോ ഞാൻ വേഗം പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഇനി ഒരു 1 hour കൂടെ ഉള്ളൂ. അതിൻ്റെ ഉള്ളില് ബാക്കിയെല്ലാം ചെയ്തു തീർക്കണം. 2-3 ദിവസമായിട്ട് ബാഗൊന്നും എടുക്കാത്തതുകൊണ്ട് അതിലെല്ലാ സാധനങ്ങളും ഇല്ലേ, എന്തെങ്കിലും മിസ്സിംഗ് ആണോ, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാല് വീക്ക് ഓഫിന്റെ തലേന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇടാറുണ്ട്. അപ്പോ 3-4 ദിവസം അതിലേക്ക് ഒന്നും നോക്കാത്തതുകൊണ്ട് ബാഗിലെ ചില ഐറ്റംസ് ഒക്കെ മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നേരെ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ തിരിച്ചു വരാൻ ഒരു 2 മണിയൊക്കെ ആവും. അപ്പൊ എന്തായാലും ഡിന്നർ എടുക്കാതെ പോയി കഴിഞ്ഞാല് ഞാൻ അവിടുന്ന് വിശന്ന് ഒരു പരിവാവും കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ആഴ്ചയില് ഒരു ദിവസമൊക്കെ കഴിക്കാന്നല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ഏറ്റവും കഴിക്കാനൊരു ഭയങ്കര സുഖം. അതാണ്. ഇന്ന് അവക്കാഡോ ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും കാണുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം ഈ ഹാഫ് വരുന്ന അവക്കാഡോ ഞാനിങ്ങനെ ക്ലിങ് ഫോയിലില് റാപ്പ് ചെയ്തെടുക്കും കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് റാപ്പ് ചെയ്തെടുക്കും. ഈ പരുവത്തില് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിന് കളർ ചേഞ്ച് ഒന്നും വരില്ല. ഈ ക്ലിങ് ഫോയിൽ ഇല്ലെങ്കിൽ നമ്മുടെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലേ, അതിലാണെങ്കിലും റാപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അവക്കാഡോ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഞാൻ അവക്കാഡോ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ 1-2 കമന്റ് ഒക്കെ എപ്പോഴും വരാറുണ്ട്, എങ്ങനെയാണ് ഈ ഹാഫ് പോർഷൻ അവക്കാഡോ ഇത്ര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും അവക്കാഡോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ടോസ്റ്റ് ആക്കുമ്പോൾ ചില ദിവസം മാത്രമേ എഗ് എടുക്കാറുള്ളൂ, ചില ദിവസം അവക്കാഡോ മാത്രം എടുത്തിട്ട് പോകും. ആദ്യം എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ കഴിച്ച് അവക്കാഡോയും ബ്രെഡും മാത്രമായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അത് കഴിച്ചോളൂ. പിന്നെ ചില ദിവസങ്ങളിൽ ഓംലെറ്റ് ആക്കാനോ അല്ലെങ്കിൽ ബുൾസൈ ആക്കാനോ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിലും ഞാൻ ബ്രെഡിന്റെ കൂടെ അവക്കാഡോ മാത്രം എടുക്കും കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ അധിക ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കാറുള്ളത്. ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ ഓരോ ദിവസം കൊണ്ടുപോകുന്നതിന്റെ റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യാം. എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആയിരിക്കും എല്ലാവർക്കും കൊണ്ടുപോകാനും ഇഷ്ടം. അങ്ങനെയുള്ള റെസിപ്പീസ് ഒക്കെ കാണിക്കാട്ടോ. ഞാനിങ്ങനെ ഒരു 4 ബ്രെഡാണ് എടുക്കാറുള്ളത്, 2 സെറ്റായിട്ട്. പിന്നെ അതിന്റെ കൂടെ ചില ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ ബനാന കൊണ്ടുപോകും. ബനാന ഫ്രൂട്ടാണല്ലോ, പക്ഷെ നമ്മൾ ആപ്പിള് അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ക്യുക്കുംബർ എടുക്കും, അങ്ങനെ എന്തെങ്കിലും. ഇന്ന് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ അപ്പോ എന്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇതിൽ വെക്കാം. ചെറിയ ബോക്സ് ആയതുകൊണ്ട് ഇതിലങ്ങ്
സെറ്റായി ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓക്കെ, സോ എനിക്ക് സത്യം പറഞ്ഞാല് ലഞ്ച് കഴിക്കേണ്ട ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതെന്താ വളഞ്ഞിരിക്കുന്നത്, ഞാൻ എങ്ങോട്ടാ നോക്കുന്നേ എന്ത്. ഓക്കെ, ലഞ്ച് കഴിക്കേണ്ട ടൈം സത്യം പറഞ്ഞാല് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. ആ സാലഡ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു വേറെന്തും കഴിച്ചില്ല, വേറൊന്നും കഴിച്ചില്ല. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ബനാന വല്ലതും കഴിച്ചിട്ട് ഇറങ്ങും. അത്രേ കഴിക്കുന്നുള്ളൂ. ഇനി ലഞ്ചും കൂടെ കഴിക്കാൻ വിശക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ലഞ്ച് ഞങ്ങൾ ഇന്നലെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഞ്ച് ചോറ്, മോരുകറി, കടല ഫ്രൈ അല്ല, കടല ഫ്രൈ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെന്താ ഉണ്ടാക്കിയ ക്യാരറ്റ് ഉപ്പേരി, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ കഴിക്കാൻ വിശക്കണില്ല. അതുകൊണ്ട് ഞാൻ റെഡിയായി വന്നിട്ട് ഒരു ബനാന കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സും പിന്നെ വൈറ്റ് കോട്ടൊക്കെ അയൺ ചെയ്യട്ടെ. അതോടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡി ആവാം. ഓക്കെ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഡ്രസ്സ് അയൺ ചെയ്യാന്നുള്ളത്. എന്താണെന്നറിയില്ല, എനിക്കെന്തോ അത് ഭയങ്കര മടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ മുമ്പേ എല്ലാം അയൺ ചെയ്ത് സെറ്റാക്കി വെക്കുന്ന ഒരാളല്ല. എന്തേലും വേണമെന്നുണ്ടെങ്കിൽ അപ്പം എടുത്തിട്ട് അയൺ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അർജുന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ അർജുന്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം ഇങ്ങനെ അയൺ ചെയ്ത് ഭയങ്കര നീറ്റായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അയൺ ചെയ്തിട്ടാണ് അവർ ഷെൽഫിലേക്ക് വെക്കുന്നത്. ഞാനാണെങ്കിൽ ഏതാണോ വേണ്ടത് അത് മാത്രം എടുത്ത് അയൺ ചെയ്യാറുള്ളൂ. ഷെൽഫിലൊക്കെ അടുക്കി ഒതുക്കിയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. പക്ഷെ അയൺ ചെയ്തൊന്നും വെക്കുന്ന ശീലം എനിക്കില്ല. എന്തോ ചെറുതിലെ മുതല് ഭയങ്കര മടിയാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ അയൺ ചെയ്ത് തരും. എന്നാലും ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു വിധത്തില് എന്റെ വൈറ്റ് കോട്ടും ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുത്തു. ഞാനിങ്ങനെ ഒരു 3-4 ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വൈറ്റ് കോട്ട് എന്നും എന്റെ കയ്യിൽ തന്നെ വേണം. എനിക്ക് പോവാനുള്ള ടൈമായി കേട്ടോ. ഇനി എന്റെ മുടിയും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്റെ ഹെയറും കൂടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ. സമയം ഓക്കെ, 30 അല്ല 40 ആയി ടൈം. 50 ആകുമ്പോൾ വരും കേട്ടോ ക്യാബ്. അപ്പോ ഇന്ന് ഞാൻ വിളിച്ചപ്പോ ക്യാബിലുള്ള ഡ്രൈവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അത് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ നല്ല ലാവിഷായിട്ട് ടൈം കിട്ടി. അകത്തുനിന്ന് ക്യാമറ ഇപ്പൊ സെറ്റ് ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്റെ പരിപാടികളൊക്കെ തീർക്കാണ്. ലിപ്സ്റ്റിക് ഞാൻ ഓൾറെഡി രാവിലെ ഇട്ടു. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രം ഇടാനുള്ള ടൈമേ ഉള്ളൂ. സോ യെസ്, ഇതെന്റെ പുതിയ സൺസ്ക്രീനാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ട്രൈ ചെയ്യാൻ പോവാണ്. ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ സൺസ്ക്രീൻ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ പെർഫ്യൂംഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അധികം എടുക്കാത്ത ഒരാളാണ്. പക്ഷെ എന്തോ ഇതിന്റെ സ്മെല്ല് എനിക്ക്, പിന്നെ കുറെ നാളായി ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് 2 ഫിംഗറോ 3 ഫിംഗറോ എങ്ങനെ വേണേലും അപ്ലൈ ചെയ്യാം. എനിക്ക് ഏകദേശം ക്വാണ്ടിറ്റി അറിയാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനങ്ങ് അപ്ലൈ ചെയ്യും. ഞാൻ ഇത് അണ്ടർ ഐയിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇത് ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് ടൈം ആണെന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത്.
കുറച്ച് കയ്യിലും കൂടെ. എനിക്ക് കയ്യിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇരുന്നതാണ് കയ്യിൽ സൺസ്ക്രീൻ. എപ്പോഴും ഞാൻ നന്നായിട്ട് കയ്യിലിടാറുണ്ട്. നെക്കിലും കൂടെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമ്മൾ സൺസ്ക്രീനോ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഓൾ സെറ്റ്. എന്റെ വാച്ചും ഇതെന്റെ ലിബാമാണ്. ബാഗിൽ വെക്കാൻ എന്റെ ബാഗില് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഈ മേക്കപ്പ് പൗച്ച്. അത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. ചില ദിവസങ്ങളില് ഭയങ്കര ലേറ്റ് ആയിട്ട് ഹറി ബറിയിലായിരിക്കും ഇറങ്ങുക. അപ്പൊ ഒന്ന് കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഒട്ടും മേക്കപ്പ് ഇല്ലാതെ എനിക്ക് എന്റെ ഫാർമസിയിൽ പോയിരുന്നാല് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് എന്റെ വൈറ്റ് കോട്ട്. സോ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്റെ ഷൂസും കൂടി ഇട്ട് കഴിഞ്ഞാല് ഞാൻ പോവാണ്. ഇപ്പൊ ബനാന കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടൈമില്ല കേട്ടോ. ഞാൻ എന്തായാലും അത് പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഒരു രാത്രി ഇനി ഒരു 1:45 2 മണിയാവും കേട്ടോ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. സോ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ സൗണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽ ദെൻ ടാറ്റാ ബൈ ബൈ.